ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും, ഈ ആണുങ്ങൾ ഭയങ്കര വേറെന്തോ സാധനം, പെണ്ണുങ്ങൾ വേറെന്തോ സാധനം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഫേക്ക് ചെയ്യുന്ന അത്രയും ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർ നാച്ചുറലി ഫേക്ക് ചെയ്തിട്ടില്ല. അതിന്റെ കാരണമാണ് ഈ മേക്കപ്പ്, ബ്യൂട്ടി പ്രോഡക്ട്സ്, കോസ്റ്റ്യൂംസ്, എക്സ്ട്രാ ഫിറ്റിങ്സ്, ഓർണമെന്റ്സ്, ഇങ്ങനെയെല്ലാം ഈ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നു. ഇവര് പുറത്തിറങ്ങാൻ സമയമെടുക്കും, ഡ്രസ്സ് ചെയ്യാൻ സമയമെടുക്കും. എന്തിനാണ് ഈ ഡ്രസ്സ് ചെയ്യുന്നത് ചോദിച്ചാൽ പറയും കോൺഫിഡൻസ് ആണ്. എന്തിനാണ് ഇത്രയും കോൺഫിഡൻസ്? ഇവരുടെ കോൺഫിഡൻസ് അപ്പൊ എന്താണ്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ പലരോടും ചോദിക്കാറുണ്ട് ഇതെന്താ ഇങ്ങനെ. അതേസമയം മേക്കപ്പ് ഇടാത്ത പെൺപിള്ളേരുണ്ട്, ഇത് ശ്രദ്ധിക്കാത്തവരുണ്ട്. എന്തിന്റെ കോൺഫിഡൻസ് ആണ് ഉണ്ടാക്കുന്നത്? ഈ ഒരുങ്ങിക്കെട്ടി ഇറങ്ങാന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേറൊരാളെ ആ കാഴ്ചയിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ കൂടുതൽ പേർക്ക് ഇത് കാണുമ്പോഴാണ് പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നത്. കണ്ടു കഴിഞ്ഞാൽ അട്രാക്റ്റഡ് ആവും. അല്ലാതെ അവരുടെ ക്വാളിറ്റിയും അവരുടെ ക്വാണ്ടിറ്റി നോക്കാറുണ്ട്. അതായത് കപ്പാസിറ്റി, കേപ്പബിലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അസറ്റ്സ്, എസ്തെറ്റിക് സെൻസ് വർക്ക് ചെയ്യുന്ന അത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ സ്ത്രീകളുടെ അണിഞ്ഞൊരുക്കം അതൊരു കാപട്യം തന്നെയാണ്. അതിനെ ഇവര് അംഗീകരിക്കത്തില്ല. എന്ത് ചെയ്താലും ഇവർ ഇത്ര ഒരുങ്ങുന്ന എന്തിനാ? പോട്ടെ, ഇതിനകത്ത് ഏറ്റവും ഭയങ്കര രസമുള്ള ഒരു കാര്യം പറയാം. ആണുങ്ങൾ ഈ ലിപ്സ്റ്റിക് ഇടത്തില്ല, മേക്കപ്പ് ചെയ്യത്തില്ല, ബോഡി എടുക്കത്തില്ല, ഓർണമെന്റ്സും കുറവായിരിക്കും. ആണും പെണ്ണും ചെയ്യുന്ന സാധനങ്ങളിനകത്ത് ഇയർ, പിന്നെന്താ, ഇടിവളയ്ക്ക് വരെ മാലയൊക്കെ ആണുങ്ങൾ ഇടുന്നുണ്ട്, മോതിരം, കൊലുസോ അരഞ്ഞാണോ, പിന്നെന്താ അങ്ങനെ കുറെ സാധനങ്ങളൊന്നും, മൂക്കുത്തി ഒന്നും ആണുങ്ങളുണ്ട്. അങ്ങനത്തെ ആണുങ്ങളുണ്ട്. ഇങ്ങനെ ബോഡി പിയേഴ്സിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാറ്റു കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആണുങ്ങൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിഗ് മാത്രമേ ഉള്ളൂ. വിഗ്, മുടി പോയമാതിരി വിഗ് മഹാവൃത്തികേടാണ് ഇപ്പൊ. പക്ഷേ ഹെയർ ഫിക്സിങ് വന്നോടി ആണെങ്കിൽ പെണ്ണുങ്ങൾ ഹെയർ ഫിക്സിങ് വേണ്ടവരുണ്ടെന്നേ. മുടി പോയ ഒത്തിരി പെണ്ണുങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അത് ഫിക്സ് ചെയ്യാം. അത് അവരുടെ ബ്യൂട്ടിയിൽ അത്ര കോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് എന്തോ ഭയങ്കരമായ എന്താ പറയുക വിലക്കുറവുണ്ടായി എന്നൊക്കെ തോന്നുന്ന പെണ്ണുങ്ങൾ കണ്ടിട്ടില്ലേ. പെൺപിള്ളേർ വേറെ കാര്യം കൂടെ ചെയ്യും. എന്തെങ്കിലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിച്ച് റീച്ച് പറയുമ്പോൾ ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങും. സിനിമാടികളെല്ലാം ഈ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താ? ഈ ആണുങ്ങളെ സന്തോഷിപ്പിക്കാനാണ്, അല്ലാതെ വേറെന്തിനാ? അതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് ഒരു കഥാപാത്രത്തിന് വ്യത്യാസം വരുമെന്ന് എനിക്കറിയത്തില്ല. ഒരു പാട്ട് സീൻ വരുമ്പോൾ ഒരു കഥാപാത്രമൊക്കെ മാറും. പെട്ടെന്ന് മുക്കള്, മോല, തൊട, ടെങ്, ഇത് തിളക്ക്, വയറ് കാണിക്കൽ. ഇത് ഞാൻ കാണിച്ചാൽ എനിക്കുണ്ട് നല്ല മുക്കളൊക്കെ. ഞാൻ കോളേജിന് മുന്നിൽ ഇങ്ങനെ കൈ പൊക്കുന്ന എനിക്ക് എന്നെ പ്രശ്നങ്ങളായത്. ഞാൻ സിമ്രാന്റെ വയറ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പൊക്കി വെച്ചിരുന്നതിന് വലിയ വിഷയമായി അവിടെ. വേണേ കാണിക്കോ? വേണ്ട. വല്ലവന്മാർ എന്നെ പിന്നെ സിമ്രാനാന്ന് പറഞ്ഞിട്ട് സിമ്രാൻ പരാതി കൊടുക്കുക, എന്നെ അതൊക്കെ അത് വേണ്ട. അങ്ങനെയൊന്നും അല്ല, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ വിഗ് വെക്കും. ഒരാൾ വിഗ് വെക്കുന്നു. പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? മുടി കളർ ചെയ്യുന്നു. വിഗ് പല കളറുള്ള പെണ്ണുങ്ങൾ ആണെങ്കിലും കളർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ ഇവര് ഇത് ഫിറ്റ് ചെയ്യും. ബൂബ്സിന് സൈസ് കുറവാണെങ്കിൽ പാഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കുണ്ടിക്ക് സൈസ് കുറവാണെങ്കിൽ പാഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. വലിയ കുണ്ടിയുള്ള ഫേമസ് ആയിട്ടുള്ള ഓരോ ആൾക്കാരുടെ കുണ്ടി ഒറിജിനൽ ആണോ എന്ന് പലർക്ക് സംശയം. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നു. പിന്നെ പോരാത്തിന് സർജറികൾ, മറ്റേ ഇതെന്താ സിലിക്കോൺ വെച്ചിട്ട് ബൂബ്സ് വലുതാക്കുക, കുണ്ടിയിൽ മറ്റേ ബ്രസീലിയൻ ബഡ് ലിഫ്റ്റ് എന്നോ അയാണ്ട് പറഞ്ഞ സാധനം ചെയ്തിട്ട് കുണ്ടി വലുതാക്കുക, വെളുക്കാൻ ആയിട്ട് മരുന്ന് കൂടുതൽ ഉപയോഗിക്കുക, ക്രീം എല്ലാം കൂടെ തേക്കുക, രാവിലെ എന്നിട്ട് അത് പോരാത്തിന് ഇവിടം ചുമപ്പിക്കുക, ഇതിന് കളർ കൂട്ടുക, ഇതിന്റെ കളർ കൂട്ടുക, ഇതിന്റെ കളർ കൂട്ടിയും കുറച്ചും വെക്കുക. ഇതെല്ലാം ചെയ്യുന്ന എന്തിനാ? ആണുങ്ങൾ എത്ര പേരാ ലിപ്സ്റ്റിക് ഇടുന്നത്? ആണുങ്ങൾ എത്ര പേരാ കുണ്ടി വലുതാക്കിയത്? പിന്നെ ആണുങ്ങൾ മസിലാണ് വലുതാക്കുന്നത്. അവരെപ്പോഴും ജിമ്മിലൊക്കെ പോയിട്ട് ആ കൂടുതൽ ഒരു ഫിറ്റ്നസ് ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നിരിക്കും, ഗ്ലാമറാണ്. പിന്നെ താടിയിലൊക്കെ പണിയുന്നവർ ഇപ്പോഴാണ് ഉണ്ടായത്. അതുങ്ങൾ വലിയ കാര്യമൊന്നുമില്ല. ബ്യൂട്ടി പാർലറിലൊക്കെ പോയിരിക്കുന്ന ആണുങ്ങളോട് എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് ഇതേപോലത്തെ എന്തോ ട്രെൻഡ് കണ്ട് പെട്ടുപോയവരാന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കുമ്പോൾ കൊള്ളാം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ? നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് ശരിയാ, ഇതൊക്കെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുക. കണ്ണാടിയുടെ മുന്നിൽ കുറേ നേരം നോക്കി നിൽക്കും, എപ്പോഴും അവരെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവരത് ശരിയായോ, മീശയിടുന്നത് കറക്റ്റ് ആണോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഇച്ചിരി തെറ്റി ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇവർ ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ ആക്കും. കളർ മാറിയോ നോക്കും, ഇവിടെ കറക്റ്റായിട്ട് കളർ വരണം, എല്ലാം ഇങ്ങനത്തെ ഐറ്റങ്ങളുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എന്താ കുഴപ്പം ഇതൊക്കെ? അല്ലാതെ ഇതൊരു ക്വാളിറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. അപ്പൊ ഈ പെണ്ണുങ്ങൾ എന്തിനാ ഇത്രയും ഫേക്ക് ചെയ്യുന്നത്? ഇവരെന്തിനാ കുണ്ടി ഫിറ്റ് ചെയ്യുന്നത്? എനിക്കറിയാൻ പറ്റും കുണ്ടിയുടെ ഉപയോഗം എന്തോ. അവരുടെ ശരീരത്തിന് ഒരു കുണ്ടി ദൈവം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ദൈവം ഇല്ലല്ലോ, അവർക്കൊരു മുല, ആവശ്യത്തിനുള്ള മുലയായിരിക്കും അത്. ഈ മുല വലുതായി അധികം പാല് കിട്ടത്തില്ല കൊച്ചിന്. ഈ സിലിക്കോൺ വെച്ച് പൊക്കിയ മുലയ്ക്കകത്തുനിന്ന് പാല് കൂടുതൽ ഇങ്ങനെ കറക്കാൻ പറ്റൂ. അപ്പൊ ഇവര് ബ്യൂട്ടിക്ക് വേണ്ടി, എന്തിനാണ് ബ്യൂട്ടി എന്നാ പിന്നെ തലയ്ക്കകത്ത് ബ്യൂട്ടിയുള്ള ഒരാൾക്കും എക്സ്റ്റേണൽ ബ്യൂട്ടിയുടെ ആവശ്യമില്ല. അയാൾക്ക് അയാളെ പറ്റിയുള്ള ധാരണ തെറ്റുന്നതുകൊണ്ടാണ് ഇയാൾ പുറത്തുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരെ എങ്ങനെയും കൺവിൻസ് ചെയ്യാനായിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന്. അവർക്ക് ആകെ ഉള്ളത് മുലയും ചന്തിയാണോ എന്ന് ഞാൻ ചോദിക്കുന്നു. എനിക്കത് മനസ്സിലാവാത്തത്. ഇതെന്ത് പരിപാടിയാണ്? മുടിയും വളർത്തി, മുടിയൊക്കെ നീട്ടി വളർത്തണം പെണ്ണാണെങ്കിൽ. എല്ലാം അറിയത്തില്ല പെണ്ണാണ്.
അല്ല അതൊക്കെ നീട്ടി അതൊക്കെ ഭയങ്കര ഷേപ്പൊക്കെ ചെയ്ത് കളറൊക്കെ ചെയ്യുമ്പോൾ ഇവർ എന്നിട്ട് ചോദിച്ചാൽ പറയുന്നത് എന്നാണെന്നറിയോ, ഇതൊക്കെ കോൺഫിഡൻസ് ആണ്, മുലയിലും ചന്തിയിലും ഒക്കെ അല്ലേ ഇവിടെ, അതെന്ത് കോൺഫിഡൻസ്? ഒരു മനുഷ്യന് ഒരു ആണിനും തോന്നിയിട്ടില്ല, കൂടുതൽ പെണ്ണുങ്ങൾക്ക് തോന്നില്ല, എല്ലാ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ മുലയും ചന്തിയും കൂടെ മുഴിപ്പിച്ച് നടക്കണമെന്നില്ല. ഫിഗർ കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം. ശരി, അവർക്ക് തടി കൂടിയാൽ ചാടാനും ഓടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ, അത് വേണ്ട, അവർക്ക് അത്ര തടിയുള്ളവർ നല്ലതാണ്, അതിൽ ഹാപ്പി ആയിട്ടുള്ള ആണും പെണ്ണും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മുല വലുതാക്കുന്നതിന് അല്ലെങ്കിൽ കളർ മാറ്റി വെളുപ്പ് ശരിയാണ്, എനിക്ക് കുറച്ചുകൂടെ വെളുത്താൽ കൊള്ളാൻ തോന്നിയിട്ടുണ്ട്. ഡാർക്ക് സ്കിന്നിനേക്കാളും നല്ലത് വെളുത്ത ഒരു വ്യക്തി നോക്കി എന്തോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. കാരണം ബ്രൈറ്റ്നെസ് ആണ്, അതുകൊണ്ട് കാലാവസ്ഥയുടെ ആണെങ്കിലും ഇവിടെ നമ്മൾ ഈ ബ്രൈറ്റ് ആയിരിക്കണം, മനസ്സിലായില്ലേ? ഓൾ ബ്രൈറ്റ് പോലെ ബ്രൈറ്റ്നെസ്. അല്ലെ രാത്രി ഒരു സന്ധ്യ കഴിഞ്ഞാൽ കാണത്തില്ല, എന്നെ ഒരു 6:30 കഴിഞ്ഞാൽ കാണത്തില്ല, മനസ്സിലായോ? ഒരു നല്ല ഡാർക്ക് സ്കിൻ ആണെങ്കിൽ 6 മണി കഴിഞ്ഞാൽ കാണത്തില്ല, വല്ല മറ്റേ കുറ്റിക്കാടിന്റെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണത്തില്ല, പെട്ടെന്ന് വരുമ്പോൾ ഞെട്ടിപ്പോ. ചിരിക്കണല്ലേ, അതൊക്കെയാ പ്രശ്നം. അതേസമയം നല്ല വെളുത്ത് വല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ രാത്രി ആരും കാണും, ചെറിയ ചന്ദ്രന്റെ വെളിച്ചമൊക്കെ മതി. ഒന്നാലോചിക്കുക, തുണി ഇല്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കറുത്തിട്ട് ഒരാൾ ഏതെങ്കിലും മരത്തെ ചാരി ഇങ്ങനെ നിന്നാൽ അവനെ രാത്രി കാണത്തില്ല, ചന്ദ്രന്റെ വെളിച്ചം പോരാ, മനസ്സിലായോ? സോ നല്ല വെളുത്തെടുത്തിന് മരത്തെ ചാരി നിന്ന് ആ ചന്ദ്രന്റെ വെളിച്ചം മതി അത് കാണാൻ, അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഈ കറുത്ത മൃഗങ്ങളോട് പേടി. അതേസമയം നല്ല തിളങ്ങുന്ന വല്ലതും ആണെങ്കിൽ നമ്മൾ രാത്രി വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും, പുലിയാണെങ്കിലും കുഴപ്പമില്ല, സിംഹമാണെങ്കിലും കുഴപ്പമില്ല. അതേസമയം ചെറിയ പൂച്ചയൊക്കെ കറുത്ത പൂച്ചയെ പേടിയാ, കറുത്ത പൂച്ച എന്തോ പ്രശ്നമാണെന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ പെട്ടെന്ന് കണ്ട് ഞെട്ടും, പെട്ടെന്ന് മുന്നേ വരുമ്പോഴായിരിക്കും നീ ഇവിടെ ഉണ്ടാകുന്നു ആ സീൻ. എനിക്ക് എന്റെ 7 മണി വരെ ഉണ്ട് കേട്ടോ, ഞാൻ 7 മണി ഞാൻ ഓഫായി പോകും. ഓഫ് ആകുക എന്നാണ് അതങ്ങ് കറക്റ്റാ കാര്യം. അത് കറുത്തതിന് വലിയ പ്രശ്നങ്ങളുണ്ടെന്നേ, ചുമ്മാ കറുപ്പിനാണ് കുഴകാന്നൊക്കെ പറയുന്നത് വെറുതെ. എന്നോട് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഇത്രയും നാൾ വരെ. ഭയങ്കര കറുപ്പ് സൂപ്പറാ അങ്ങനെ. അതുകൊണ്ട് എനിക്ക് ഗേൾ ഫ്രണ്ട്സിന്റെ എണ്ണം കുറവാണ്. പക്ഷെ വെളുത്ത പിള്ളേർക്ക് ഭയങ്കര ഗേൾ ഫ്രണ്ട്സ് ആണ്, അല്ലേ? ശരിയല്ലേ? കറുത്ത ആൺപിള്ളേരോട് കൈവിളക്കിന്റെ അടുത്ത് നിലവിളക്ക് നിൽക്കുന്നു എന്ന് പറയുന്ന നാടായത്. അപ്പൊ അവിടെ അതൊന്നും പറയണ്ട, വെളുക്കുന്ന കേസ് വേറെ, ഞാൻ അത് വിട്ടു. പക്ഷെ കുണ്ടി വയറ്, ഈ വയറയിലൊക്കെ കിടന്ന് കിടന്ന് ഓരോന്നൊക്കെ ഇച്ചിരി വയറൊന്ന് ചാടിപ്പോയ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നത്. അയ്യോ എന്റെ വയറിന് കുഴിഞ്ഞ് ഇതായെന്ന് കോൺഫിഡൻസ് പോയെന്ന്. ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കുന്ന പരിപാടിയാണ്? അപ്പൊ അതിനർത്ഥം എന്താണ്? സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകുന്ന ഒരാള്, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, അവൾ മുടി ചീവിട്ടില്ലെന്ന്. ഞാൻ അവൾ മുടി ചീവെന്ന് കണ്ടപ്പോൾ ഞാൻ എന്തിനാ മുടി ചീവെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാം ഞാൻ മുടി ചീവിട്ടില്ലായിരുന്നു. ഞാൻ ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, അത് സ്ട്രൈറ്റ് ആക്കിയ ഹെയർ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പൊ ഞാൻ പിന്നെ തന്നെ ഞാൻ ചീവിയത് അത് പിന്നെ നമ്മൾ അങ്ങനെയാണ്, നമുക്കതൊരു കറക്റ്റ് ആയിട്ടില്ലാത്ത പോലാണ്. അപ്പൊ ഞാൻ അത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാവുന്നത്. അത് ശരിയാണ്, പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ, ആളുകൾ മനസ്സിലാകത്തില്ല. ഞങ്ങൾ പരസ്പരം പെണ്ണുങ്ങളെ കാണിക്കാനാണ്. അതുപോലെ തന്നെ ഹെയർ റിമൂവ് ചെയ്യുന്നിടത്ത് അപ്പൊ ചെറിയതായിട്ട് രോമം കാണാവേ, അത് പോയില്ലെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആര് കാണും? പെൺപിള്ളേർ ഇതൊക്കെ ശ്രദ്ധിക്കോട് വന്നു. ഞാൻ പെൺപിള്ളേർ അങ്ങനെ നോക്കിയിരിക്കുവാണ്. ഇവർക്ക് ഭയങ്കര സൂക്ഷ്മ ദൃഷ്ടിയാണല്ലോ, എല്ലാം മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് എങ്ങനെ.